ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ടു ഗെയിം ഫെയറി. സോ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് റോബറി ബോബ് എന്ന് പറഞ്ഞൊരു ഗെയിമായിട്ടാണ്. ഇതിൽ നമ്മളൊരു കള്ളനായിട്ടാണ് ഈ ഗെയിം മൊത്തം നമ്മൾ കളിക്കേണ്ടത്. പ്ലേ സ്റ്റോറിൽ ഈസിലി അവൈലബിൾ ആണ് ആൻഡ് എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്ത് കളിക്കാവുന്നതാണ്. സോ നമുക്ക് കളിച്ച് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ഗെയിം സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മളിന്ന് മോഷ്ടിക്കാൻ പോകുമ്പോൾ ഈ ഗുണ്ടയ്ക്ക് വേണ്ടിയിട്ടാണ് ഇരിക്കുന്ന ട്രഷർ വേണം നമ്മൾ മോഷ്ടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ആൻഡ് നമുക്ക് ഇറങ്ങാം, പതിയെ ഇറങ്ങാം. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അതാ ഒരു പോലീസ് ഉണ്ട്. ആ സ്പാർക്കിൾ ചെയ്യുന്ന എല്ലാ ഐറ്റംസും നമുക്ക് എടുക്കാം. അതൊക്കെ നമുക്ക് പോയിൻറ്റ്സ് കിട്ടും. നമ്മുടെ ഗോൾഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളാണ് സ്പാർക്കിൾ ചെയ്യുന്നത്. നമുക്ക് പോയിൻറ്റ്സ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് പോലീസ് ഉണ്ട് അവിടെ, നമുക്ക് പോകാൻ പറ്റില്ല. അയ്യോ, വരുന്ന വിളിക്കാം. സ്പോട്ട് ചെയ്തടാ, അയാൾ എന്നെ സ്പോട്ട് ചെയ്ത് മാറുന്നതാ ബുദ്ധി. അപ്പോൾ അതൊക്കെ നടന്ന് ഇപ്പുറത്ത് പോയി നിൽക്കാം. ഇതാ ഗോൾഡ് പോലെ എന്തുകൊണ്ടല്ലോ എടുത്തു. അയ്യോ, കണ്ട് ഓടിപ്പോയി വിളിക്കാം. സ്പോട്ട് ചെയ്ത് ഇപ്പം വരും പോലീസ്. അവൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേ പോവാം നമുക്ക്. പോലീസ് അവിടെ സ്പോട്ട് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വരില്ല. ആ സമയം കൊണ്ട് നമുക്ക് അപ്പുറത്തോട്ട് പോവാം. എൻ്റെ ദൈവമേ, ജസ്റ്റ് എസ്കേപ്പ്. കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമല്ലേ, ഓടിയതല്ലേ, വയ്യാണ്ടേ. നമുക്കിനി ഇപ്പുറത്ത് പോവാം. ഇവിടെ അവനില്ലാത്തതല്ലേ. വേഗം പോയി കീ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രഷർ ഇരിക്കുന്ന റൂം ലോക്ക്ഡ് ആയിരിക്കും. അപ്പോൾ അതിനാണ് കീ എടുക്കേണ്ടത്. വെയിറ്റ് ചെയ്യാം. അങ്ങോട്ട് പോയി പോലീസ് ചിലപ്പോൾ ഇങ്ങോട്ട് വരുന്നതായിരിക്കും. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഫുട് പ്രിൻറ്റ്സ് ഉണ്ടോ, ഒരു ഐക്കൺ കണ്ടില്ലേ, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓടാനുള്ള എബിലിറ്റി കിട്ടും. അല്ലാത്തപ്പോൾ നമ്മൾ പമ്മി ആയിരിക്കും നടക്കുക. അത് ഞെക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഓടി ഒളിക്കാനൊക്കെ ഉള്ളൊരു സെറ്റപ്പാണത്. അവൻ ഇങ്ങോട്ട് പോയിട്ട് നമുക്ക് തിരിച്ചു പോവാം. അതായിരിക്കും സേഫ്. വെയിറ്റ് ചെയ്യാം. വരുന്നുണ്ട്. ഇതിൽ ഈ വൈറ്റ് ഡോട്ട്സും റെഡ് ഡോട്ട്സും കണ്ടു. അവൻ ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്താണ് ഈ റെഡ് ഡോട്ട്സ്. അത് ഡേഞ്ചറാണ്, അവിടേക്ക് പോകരുത്. വൈറ്റ് ഡോട്ട് ആകുമ്പോൾ നമുക്ക് ഇറങ്ങി നടക്കാം. അപ്പം അവൻ പിടിക്കില്ല നമ്മളെ. അവിടെ തിളങ്ങുന്നുണ്ട്, പിന്നെ എടുക്കാതെ. ഡോർ അടച്ചില്ലേ, സ്പോട്ട് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് സ്പോട്ട് ഇപ്പം വരും. പതിയെ പോകാൻ നല്ലത്. നമുക്ക് വന്ന വഴി തന്നെ തിരിച്ചു പോകാം. ഈ ഡോർ തുറക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അവൻ തിരിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മളെ കാണും. ഇനി അവൻ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഡോർ തുറന്ന് അപ്പുറത്തെ ലോക്കുള്ള സ്ഥലത്തോട്ട് പോകണം. വേഗം പോവാം. ഓ മൈ ഗോഡ്, CCTV ഇട്ടല്ലോ, അത് പിടിക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു ഡ്രസ്സിങ് റൂമാണ് ഈ കാണുന്നത്. ആ കള്ളൻ്റെ ആ കണ്ണില്ലേ, അത് ഡ്രസ്സിങ് റൂമിൻ്റെ. സോ നമുക്ക് അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഞാനിപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇറങ്ങി നടക്കാം. CCTVയുടെ ഉള്ളിൽ കൂടെ നടന്നാലും നമ്മളെ പിടിക്കില്ല. അല്ലെങ്കിൽ CCTV അല്ല അടിക്ക്. ആൻഡ് നമ്മൾ നമ്മുടെ ട്രഷറിൻ്റെ അടുത്ത് എത്തി. ആ ട്രഷർ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ തനി സ്വഭാവം കള്ളനായതുകൊണ്ട് ഡ്രസ്സും അതേപോലെ തന്നെ മാറും. ആൻഡ് ഇപ്പോൾ ഡ്രസ്സൊക്കെ വീണ്ടും കള്ളൻ്റെ തന്നെയായി. ഇനി വീണ്ടും പോകണമെങ്കിൽ വീണ്ടും ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. അതിനാണ് ഇവിടെ ആ കോസ്റ്റ്യൂം കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി അവിടെ പോയി ഡ്രസ്സ് മാറണം, അല്ലെങ്കിൽ CCTV പിടിക്കും. ഡ്രസ്സ് മാറിയിട്ടുണ്ട്. പതിയെ നടന്ന് ഡ്രസ്സൊക്കെ മാറി, അല്ലെങ്കിൽ കള്ളൻ പമ്മിയെ നടക്കൂ എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ പമ്മി പോകുന്നുണ്ട്. നമുക്ക് ഇനി നേരെ അവൻ പിടിക്കുമോ, ഡ്രസ്സ് മാറിയാലും പിടിക്കുമെന്ന് അറിയില്ല. പോയി നോക്കി നോക്കാവേ. ഈശ്വരാ, പിടിക്കരുതേ. ഈയിടെ അവന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ബാക്കിയുണ്ട്. ഇനി പിന്നാലെ പോവാം. ഓക്കെടാ, ശരി, ബൈ. ഇനി നമുക്ക് നേരെ പോലീസിൻ്റെ അടുത്തോട്ടാണ് പോകേണ്ടത്. കാരണം അവിടെ നമുക്ക് കുറച്ച് വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ്, ആ തിളങ്ങുന്നതൊക്കെ നമുക്ക് അവിടെ നിന്ന് അടിച്ചു മാറ്റാനുണ്ട്. പോലീസ് വരുന്നുണ്ടല്ലോ, പിടിക്കുമോ? മറന്ന് നിൽക്കാലേ, എന്തിനാ വെറുതെ കണ്ണിൽ പോയി പറഞ്ഞേ. ആ ഗോൾഡ് എടുത്താലേ നമ്മളുടെ കളർ മാറും, നമ്മുടെ ഡ്രസ്സ് പോകും. അപ്പോൾ നമുക്ക് പിടിക്കപ്പെടും. അതുകൊണ്ട് ആദ്യം ഇവിടുത്തെ എടുത്തിട്ട് അവിടേക്ക് പോകും. ഓ, വാതിലടയ്ക്കണം. ഗോൾഡ് എടുത്തു. വാതിലടയ്ക്കാനും പറ്റിയില്ല. കണ്ടടോ, എന്നെ കണ്ടുപിടിക്കോ. ഓടുന്നത് തെറ്റ്. ദൈവമേ, ഓടിക്കോ. ഞാൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലെ പമ്മി പോവാം. ആൻഡ് അവിടെയുള്ള ഗോൾഡും കൂടെ ഞാൻ അടിച്ചു മാറ്റി. ഇവിടെയുള്ളത് എടുത്തു. ഇനി നേരെ നമുക്ക് സ്ഥലം വിടാം. എല്ലാ ഗോൾഡ് എടുത്തിട്ടുണ്ട്. വാതിലടച്ചേക്കാം, അല്ലെങ്കിൽ അവൻ സ്പോട്ട് ചെയ്യും. പിന്നെ ഓടേണ്ട വരും. ആൻഡ് ഗൈസ്, മോഷണം സക്സസ് ആയിട്ടുണ്ട്. എല്ലാം ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ലിഫ്റ്റ് വരും, ഓപ്പൺ ചെയ്യാൻ കയറി പോവാം. ഇനി നല്ലൊരു കള്ളനാണ് പ്രൂവ് ചെയ്തു ഗൈസ്. ആൻഡ് നമ്മുടെ ആൾക്കാർ കണ്ടു. നമ്മൾ വിചാരിച്ച ആ ടൈം ലിമിറ്റിനുള്ളിൽ കിട്ടിയില്ല, പക്ഷെ എല്ലാ ഗോൾഡും എടുത്തിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് സ്റ്റെബിലിറ്റി, അതുപോലെ സ്റ്റാമിന, സ്ട്രെങ്ത്, സ്പീഡൊക്കെ കൂട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റോറിൽ പോയിട്ട് നമുക്ക് പൈസ കൊടുത്ത് ഇതൊക്കെ കൂട്ടാം. പിന്നെ കുറച്ച് ടോയ്സും കിട്ടും നമുക്ക് അവരെ പറ്റിക്കാനായിട്ട്, നമ്മുടെ പോലീസിനെയൊക്കെ പറ്റിക്കാനായിട്ട്. ഒരുപാട് സീസൺസ് വരുന്നുണ്ട് ഇതിൽ. ഓരോ സീസണിൽ ഒരുപാട് ലെവലുകളുണ്ട്. അപ്പം നന്നായി എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള അടിപൊളി ഗെയിംസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം.